ജയദ്രഥനെ വധിക്കുമെന്ന അർജുനന്റെ പ്രതിജ്ഞ കേട്ട് പാണ്ഡവപക്ഷത്തുള്ളവരെല്ലാം സന്തോഷിച്ചുവെങ്കിലും കൃഷ്ണൻ പ്രതിജ്ഞയുടെ ഗൗരവത്തെപ്പറ്റി അർജുനനെ ഓർമ്മിപ്പിച്ചു. അർജുന, നീ പ്രതിജ്ഞ ചെയ്യുന്നതിനു മുൻപ് നിന്റെ സഹോദരന്മാരോടൊന്നും ആലോചിക്കാതിരുന്നത് വലിയ സാഹസമായി പോയി. കൗരവർ ഈ പ്രതിജ്ഞയെപ്പറ്റി അറിഞ്ഞ് വേണ്ട മുൻകരുതൽ തീർച്ചയായും എടുക്കും. ദ്രോണർ വ്യൂഹം ചമച്ച് അതിനുള്ളിൽ ജയദ്രഥനെ നിർത്തി സംരക്ഷിക്കും എന്നാണ് ഞാൻ അറിയുന്നത്. കർണൻ, ഭുരിശ്രവസ്, അശ്വത്ഥാമാവ്, വൃഷസേനൻ, കൃപർ, ശല്യർ എന്നീ 6 പേരെ ജയദ്രഥനെ രക്ഷിക്കുവാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരെ 6 പേരെയും ജയിക്കാതെ എങ്ങനെയാണ് ജയദ്രഥനെ നീ വധിക്കുക? ജയദ്രഥനും അസ്ത്രവിദ്യകളിൽ അതിസമർത്ഥനാണ്. അവരെല്ലാം ഒന്നിച്ചു നിന്നാൽ അർജുന, നിന്റെ പ്രതിജ്ഞ വേഗത്തിൽ നിറവേറ്റാൻ കഴിയുമോ? നാളെ സൂര്യാസ്തമയത്തിനു മുൻപ് കാര്യം നടത്തുകയും വേണമല്ലോ. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നു. കൃഷ്ണൻ ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി.